നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരള ചരിത്ര നവോത്ഥാനം. ആ കേരള ചരിത്ര നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കടുകട്ടി ചോദ്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് കേരള ചരിത്രം. അതിൽ ശ്രീധര മേനോൻ സാർ എഴുതിയ പ്രധാനപ്പെട്ട 3 ടെക്സ്റ്റുകൾ, കേരള ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട ടെക്സ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസിന്റെ കണ്ടന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഉറപ്പു തരുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ മുഴുവൻ മാർക്കും കേരള നവോത്ഥാന കേരള ചരിത്രത്തിൽ നിന്ന് മുഴുവൻ മാർക്കും ഈ ഒരു സീരീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത്രയേറെ കോൺഫിഡന്റോട് കൂടിയാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ഒപ്പം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ പറയുന്ന വീഡിയോ ക്ലാസ്സിന്റെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ, എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ആനുകാലിക സംഭവങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. കേരള ചരിത്ര നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതൊരു മുൻകാല വർഷ ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇതിന് ഉത്തരം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയും. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, അങ്ങനെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: പ്രാചീന തമിഴകത്ത് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന, അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം ഏതാണ്? അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന പണം എന്നറിയപ്പെടുന്ന ആശയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കറൻസി അല്ലെങ്കിൽ നാണയങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു രീതി ഉണ്ടായിരുന്നത് സാധനങ്ങൾ അങ്ങോട്ട് മേടിക്കുന്നു, സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു നടപടിക്രമത്തെ അറിയപ്പെടുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം. അതും അല്ലെങ്കിൽ CC എക്കോണമി. ആ ഒരു വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. CC എക്കോണമി, സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. CC എക്കോണമി എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റീസ് എന്നാണ്. അപ്പൊ ഈ ചോദ്യം എന്താ? പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം ഏതാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേക്കുക. കമന്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പൊ നമുക്ക് ഈ പറയുന്ന കണ്ടന്റിൽ, ഈ പറയുന്ന കേരള നവോത്ഥാന കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ് സംഘടന. ഇന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഇന്ന സംഘടനയുടെ വർഷം എന്നാണ്? ഈ സംഘടനയുടെ മുഖപത്രം ഉണ്ടെങ്കിൽ ആ മുഖപത്രം ഏതാ? അത് ന്യൂജൻ ചോദ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം, ഡയറക്റ്റ് ചോദ്യമായിട്ടും വരാം. എന്നിരുന്നാലും നമ്മൾ എത്ര ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ഒന്നാമത്തെ വസ്തുത, ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ ഒരു പാക്കേജാണ്. ഈ ക്ലാസ്സിൽ ഉടനീളം നമ്മൾ പാക്കേജ് സെഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട സംഘടനകൾ, ആ സംഘടന സ്ഥാപിച്ച വർഷം, അതിന്റെ സ്ഥാപകൻ, മുഖപത്രത്തെ നമ്മൾ പറയാൻ പോവാം. ഒന്ന്, സമത്വ സമാജം എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് 1836 സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. ഇതിന് മുഖപത്രമില്ല. അപ്പൊ ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നത് എങ്ങനെയാ? സമത്വ സമാജം എന്ന സംഘടന 1836 ഫോം ചെയ്തു. അതിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന് ഔദ്യോഗികമായിട്ട് എന്തില്ല? മുഖപത്രമില്ല. എന്താ ഈ മുഖപത്രം എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മൗത്ത് പീസ്, അതും അല്ലെങ്കിൽ മുഖപത്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ സംഘടനയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ പറയുന്ന മുഖപത്രം. പത്രം, മാസിക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം സമത്വ സമാജം സ്ഥാപിച്ച വർഷം പറ. 1836. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. മുഖപത്രം ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് വേണ്ടത് ഈ സമത്വ സമാജം എന്നറിയപ്പെടുന്ന വാക്കിൽ നിന്ന് സമ എന്ന വാക്ക് അങ്ങ് എടുത്തുകണം. സമ ചേർത്ത് കേരള നവോത്ഥാന ചരിത്രത്തിൽ എന്തു വന്നാലും ഉത്തരം വൈകുണ്ഠ സ്വാമികളായിരിക്കും. സമപന്തി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമപൂർണദേവൻ, സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ വൈകുണ്ഠ സ്വാമികളെയാണ് നാരായണ ഭണ്ഡാരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഇതെല്ലാം റെയർ കണ്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ സമത്വ സമാജം ആരംഭിച്ച വർഷം പറ. 1836. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. മുഖപത്രം ഉണ്ടോ? ഇല്ല. അപ്പൊ ചോദ്യാർത്ഥാവ് വേറെ ഏതെങ്കിലും സംഘടനയുടെ മുഖപത്രം എടുത്ത് ഈ സമത്വ സമാജത്തിന് കൊടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി ഇരിക്കും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ സമത്വ സമാജം 1836. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. മുഖപത്രം ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന സമത്വ സമാജത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് സമത്വ സമാജമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സമത്വ സമാജമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക
സാമൂഹിക പരിഷ്കർത്താവാര? അതിനുത്തരം വൈകുണ്ഠസ്വാമികൾ തന്നെ. മിക്ക ആളുകൾ മനസ്സിൽ കരുതും തൈക്കാടയിയാണോ ഉത്തരം. അല്ല. മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തിട്ടുള്ള ഫൈനൽ കീ പ്രകാരമുള്ള മത്സര പരീക്ഷ കണ്ടന്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ സമത്വ സമാജത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ വൈകുണ്ഠസ്വാമികളെ കണക്ട് ചെയ്യുമ്പോൾ കേരള ചരിത്രത്തെ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരാണ് ആദ്യം മുഴക്കിയതെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെയാണ് സമപൂർണദേവൻ അല്ലെങ്കിൽ സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെയാണ് മുത്തുക്കുട്ടി സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി രണ്ടാമത്തെ സംഘടന SNDP. നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന കണ്ടന്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. SNDP സ്ഥാപിച്ച വർഷം 1903 മെയ് 15-നാണ് SNDP സ്ഥാപിക്കുന്നത്. ഈ SNDP എന്നറിയപ്പെടുന്ന സംഘടനയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാന നായകനാണല്ലോ അദ്ദേഹം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഈ SNDPയുടെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിവേകോദയമാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും വിവേകോദയമല്ലല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ യോഗനാഥം എന്ന് പറയുന്നത് വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരാ. വിവേകോദയം ഓപ്ഷനകത്തുണ്ടെങ്കിൽ അത് എഴുതണം. ഇനി വിവേകോദയം കഷ്ടകാലത്തിന് ഓപ്ഷനകത്ത് ഇല്ലെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ എന്ത് എഴുതിക്കോ? യോഗനാഥം എഴുതിക്കോ. അപ്പൊ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേര് യോഗനാഥം എന്നാണ്. ഈ വിവേകോദയത്തെ അറിയപ്പെടുന്ന പേര് ഈഴവ ഗസറ്റ് എന്നാണ്. അപ്പൊ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം വിവേകോദയമാണ്. അപ്പൊ SNDP ആരംഭിച്ച വർഷം പറഞ്ഞേ 1903 മെയ് 15. ഇനി SNDP എന്നറിയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരു ആസ്ഥാനമുണ്ട്. 3 പ്രധാനപ്പെട്ട സംഘടനകളുടെ ആസ്ഥാനം നിർണായകമായി നിങ്ങൾ പഠിക്കണം. ഒന്ന് SNDP, മറ്റൊന്ന് PRDS, മറ്റൊന്ന് NSS. ഈ 3 സംഘടനയുടെ ഈ ആസ്ഥാനം പഠിക്കണേ. ഒന്ന് SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. PRDSന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് NSSന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ SNDP 1903 മെയ് 15 ഫോം ചെയ്തു. സ്ഥാപകന്റെ പേര് ശ്രീനാരായണ ഗുരു. മുഖപത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേര് യോഗനാഥം എന്നാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തത് സാധുജന പരിപാലന സംഘം. ഈ സാധുജന പരിപാലന സംഘം എന്നറിയപ്പെടുന്ന സംഘടന 1907-ലാണ് അയ്യങ്കാളി സ്ഥാപിക്കുന്നത്. 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. ഏത് മോഡലിൽ? SNDP മോഡൽ. ഏത് മോഡലാ? SNDP മോഡലിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ഫോം ചെയ്തത്. അപ്പൊ ഏത് മോഡലാണെന്ന് ചോദിച്ചാൽ ഏത് മോഡല്ല, ഏത് മോഡൽ. SNDP എന്നറിയപ്പെടുന്ന സംഘടനയുടെ അടിസ്ഥാനത്തിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് മാസിക ഏതാണെന്ന് ചോദിച്ചാൽ മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തിട്ടുള്ളത് സാധുജന പരിപാലനയാണ്. സാധുജന പരിപാലന ആരംഭിക്കുന്നത് 1913-ലാണ്. അതിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒക്കെ പറഞ്ഞോളാം. അപ്പൊ സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്ന വർഷം 1907. സ്ഥാപകൻ അയ്യങ്കാളി. മുഖപത്രം ഏതാ? സാധുജന പരിപാലനി. ഓക്കെ ആണല്ലോ. അടുത്തത് 1908 യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്തു. 1908-ലാണ് യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടന ആര് സ്ഥാപിക്കുന്നത്? VT ഭട്ടതിരിപ്പാട് സ്ഥാപിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന VT ഭട്ടതിരിപ്പാടാണ് 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. അതിന്റെ മുഖപത്രം മംഗളോദയം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 1908 ഈ പറയുന്ന യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്ന സമയത്ത് VT ഭട്ടതിരിപ്പാടിന് 11 12 വയസ്സല്ലേ ഉള്ളൂ. എങ്ങനെയാ ഈ പറയുന്ന 1908 യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടന ഈ ചെറിയ പയ്യൻ VT ഭട്ടതിരിപ്പാട് 12 13 11 വയസ്സുള്ള VT ഭട്ടതിരിപ്പാട് എങ്ങനെ ഫോം ചെയ്യും? നമുക്ക് വേണ്ടത് മത്സര പരീക്ഷ ആൻസർ കീ ആണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന അമരക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1908 ഫോം ചെയ്ത യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് 1908 ഫോം ചെയ്ത യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ്. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്. ഈ 1908 ഫോം ചെയ്ത യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പൊ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഈ പറഞ്ഞ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാ. ആരാ ഇത് മുഴക്കിയത്? VT ഭട്ടതിരിപ്പാട്
ഒരുപാട് പറഞ്ഞതാണ്. ഏത് മാസികയില? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഉറപ്പായിട്ടും ആ ഒരു മേഖല പഠിക്കണം. അടുത്തത് 1909 നിർണായക മാർക്കാണ് ഈ പറയുന്നത്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS ഫോം ചെയ്യും. ഈ PRDS എന്നറിയപ്പെടുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഇരവിപേരൂരിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? അത് കുമാരഗുരുദേവനാണ്. ഈ കുമാരഗുരുദേവൻ തന്നെയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷാ ചോദ്യം, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കുമാരഗുരുദേവനാണ്. 4 ചോദ്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചത്. ഒന്ന് കേരള സ്പാർട്ടക്കസ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ്. ഒരു ചോദ്യം കൂടെ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന ആരാണ്? മുൻകാല വർഷ ചോദ്യമാണ്. മങ്കട കൃഷ്ണവർമ്മ രാജിയാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത്. അപ്പൊ 1909 ഫോം ചെയ്ത PRDSന്റെ സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ്. ഈ പറയുന്ന PRDSന്റെ മുഖപത്രം ആദിയാർ ദീപമാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് 1914 ഒക്ടോബർ 31 NSS എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്യും. എന്താ NSSന്റെ പ്രത്യേകത? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് 1914 ഒക്ടോബർ 31 ഫോം ചെയ്ത നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS. NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ മന്നത്ത് പത്മനാഭനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റുകൾ അറിയാം? ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. BBC-യിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നു. കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. 1914 ഒക്ടോബർ 31 NSS ഫോം ചെയ്തു. സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. മുഖപത്രം സർവീസ്. അടുത്തത് 1917 സഹോദര സംഘം എന്നറിയപ്പെടുന്ന സംഘടന സഹോദരൻ അയ്യപ്പൻ ഫോം ചെയ്യും. അതിന്റെ മുഖപത്രം എന്ത് തന്നെയായിരിക്കും? സഹോദരന. അപ്പൊ നമുക്ക് വേണ്ടത് സഹോദര സംഘം കിട്ടണം, സഹോദരൻ അയ്യപ്പനെ കിട്ടണം, സഹോദരൻ എന്നറിയപ്പെടുന്ന മുഖപത്രവും കിട്ടണം. ഇനി ആ വർഷം മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. 1917. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരംഭിച്ച 3 സംഘടനകളുണ്ട്. ഒന്ന് സഹോദര സംഘം, സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചതാ. ശ്രീനാരായണ സേവികാ സമാജം, ശ്രീനാരായണ സേവികാ സമാജം എന്നറിയപ്പെടുന്ന സംഘടനയും ആരുടെ തന്നെ? സഹോദരൻ അയ്യപ്പന്റേതാണ്. സഹോദരൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകൻ ആരംഭിച്ച 3 സംഘടനകൾ. ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിദ്യാ പോഷിണി സഭ, വിദ്യാ പോഷിണി സഭ. അടുത്തത് ശ്രീനാരായണ സേവികാ സമാജം, സഹോദര സംഘം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങളുടെ മത്സര പരീക്ഷയിൽ ഗുണകരമാകുന്ന രീതിയിൽ 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള PDF നോട്ട് ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിന് താഴെയുള്ള നോട്ട്സിന്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കളക്ട് ചെയ്ത് വായിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് ആ 323 പ്രസ്താവന ചോദ്യങ്ങളും ഗുണകരമായിട്ട് മാറും. ഓക്കെ. അപ്പൊ 1917 സഹോദര സംഘം ഫോം ചെയ്തു. സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത്. മുഖപത്രം സഹോദരൻ. അടുത്തത് 1917 ആത്മവിദ്യാ സംഘം എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്യും. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. ഈ പറയുന്ന ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് അഭിനവ കേരള. അപ്പൊ ആ പ്രിന്റ് വായിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കണ്ടന്റുകളെല്ലാം വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് മാറ്റണം. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നു. വാഗ്ഭടാനന്ദൻ എന്നറിയപ്പെടുന്ന വയലേരി കുഞ്ഞിക്കണ്ണനാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് അത് വാഗ്ഭടാനന്ദനാണ്. ഇതിന്റെ മുഖപത്രം ഏതെന്ന് ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. ആത്മവിദ്യാ കാഹളമല്ല ആൻസർ, ഉത്തരം അഭിനവ കേരളമാണ്. അപ്പൊ അവിടെ നമ്മളെ തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടേതാ? അത് VD സവർക്കറിന്റെയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി. ഇത് അഭിനവ കേരളം എന്നറിയപ്പെടുന്ന മാസിക. തിരിഞ്ഞു പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. അടുത്തത് 1918 ആനന്ദ മഹാസഭ എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്യും. 1918 ആനന്ദ മഹാസഭ. സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയ. ഈ ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച മാസികയുടെ പേരാണ്
സാരഗ്രാഹി. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത്. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു. വീണ്ടും ആവർത്തിക്കുന്നു, 3 ചോദ്യങ്ങൾ എന്തൊക്കെയാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത്, പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, ദെൻ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്, ഗുരു ഓഫ് എത്തീസ്റ്റ് എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ട ഇത്രയും സംഘടനകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഇതിനെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ഉറപ്പായിട്ടും ധാരാളം മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ചോദിച്ചാൽ 1 മാർക്കായിട്ട് അവിടെ കിട്ടണം. 1 മാർക്ക് നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെടരുത്. സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് 1905 അഞ്ചുതെങ്ങില. പഠിക്കാൻ എളുപ്പമാണ്. 1905 അഞ്ചുതെങ്ങ്. ഹാളിൽ കയറുന്ന സമയത്ത് 1905 1000 തെങ്ങൊന്നും വരരുത്. 1905 അഞ്ചുതെങ്ങാണ്. അഞ്ചുതെങ്ങിൽ 1905 ജനുവരി 19 അഞ്ചുതെങ്ങില് ഈ സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. അതൊക്കെ കണക്ട് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയും ആദ്യ എഡിറ്റർ ആരെന്ന് ചോദിച്ചാൽ അത് CP ഗോവിന്ദപിള്ളയാണ്. അപ്പൊ സ്ഥാപകനാര? നമ്മളെ കുഴപ്പിച്ച് കളയും. നമ്മൾ വിചാരിക്കും രാമകൃഷ്ണ പിള്ളയാണോ? അല്ലേ അല്ല. ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. 3 സ്ഥലങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അഞ്ചുതെങ്ങ്, വക്കം, തിരുവനന്തപുരം. വൈക്കമല്ല, വക്കം. അഞ്ചുതെങ്ങ്, വക്കം, തിരുവനന്തപുരം. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് സ്ഥാപിച്ചു. തൊട്ടടുത്ത വർഷം 1906 ഇതിന്റെ ആസ്ഥാനം അഞ്ചുതെങ്ങിൽ നിന്ന് വക്കത്തേക്ക് മാറ്റും. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലമായ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്തേക്ക് മാറ്റും. ഒപ്പം ഈ പറയുന്ന രാമകൃഷ്ണ പിള്ള അതിന്റെ എഡിറ്റർ ആയിട്ട് മാറും. വീണ്ടും ആവർത്തിക്കുന്നു, CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ. 1906 എന്ത് ചെയ്യും? രാമകൃഷ്ണ പിള്ള എഡിറ്റർ ആവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എഡിറ്റർ ആയിരുന്ന CP ഗോവിന്ദപിള്ള എന്ത് ചെയ്യും? ഈ CP ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ എഡിറ്റർ പദവി സ്വീകരിക്കും, പത്രാധിപത്യം സ്വീകരിക്കും. ആര്യഭൂഷണം, ചില മെറ്റീരിയൽസിൽ ആചാര്യഭൂഷണം എന്നാണ്. ആര്യഭൂഷണം എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ പത്രാധിപനായിട്ട് ആര് മാറും? CP ഗോവിന്ദപിള്ള മാറും. അപ്പൊ അവിടെ 2 എഡിറ്ററായി മറക്കരുത്. ഓക്കെ, അടുത്തത് 1907 ഇതിന്റെ ആസ്ഥാനം വീണ്ടും വക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റും. അപ്പൊ 1905 അഞ്ചുതെങ്ങ്, 1906 വക്കം, 1907 തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ ആസ്ഥാനം മാറ്റും. പിന്നീട് 1910 ഈ സ്വദേശാഭിമാനി പത്രം നിരോധിക്കും. രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തും. എങ്ങോട്ടേക്ക്? തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് നാട് കടത്തും. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, എന്റെ നാട് കടത്തൽ, മൈ ബാനിഷ്മെന്റ്, അതാണ് ഇംഗ്ലീഷ് ടൈം. മൈ ബാനിഷ്മെന്റ് അല്ലെങ്കിൽ എന്റെ നാട് കടത്തൽ എന്നറിയപ്പെടുന്ന ആത്മകഥ ആരുടേതാണ്? ഈ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാ. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നിർണായക ഏരിയ, ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ ഒരു മുഖക്കുറിപ്പുണ്ട്. ഭയകൗടില്യ ലോഹങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി പത്രമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തെ കണക്ട് ചെയ്യുമ്പം 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്ഥാപിതമാകുന്നത്. ആദ്യ എഡിറ്ററിന്റെ പേര് CP ഗോവിന്ദപിള്ള എന്നാണ്. 1906 ജനുവരി 17 രാമകൃഷ്ണ പിള്ള എഡിറ്റർ ആകുന്നു. CP ഗോവിന്ദപിള്ള ആ സമയത്ത് ആര്യഭൂഷണം എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ പത്രാധിപത്യം സ്വീകരിക്കുകയാണ്. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിന്റെ ന്യൂസ് ഏജൻസിയുടെ പേരാണ് റോയിറ്റേഴ്സ്. ഈ റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടാക്കിയ ഏക നവോത്ഥാന പത്രം, കേരളത്തിലെ ഏക നവോത്ഥാന പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനിയ. അപ്പൊ ബ്രിട്ടനിന്റെ ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടാക്കിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദിഷ്ടവാദി എന്നറിയപ്പെടുന്ന പത്രമുണ്ട്. തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രത്തിന്റെ പേരാണ് സന്ദിഷ്ടവാദി. അതിന്റെ സ്ഥാപകൻ WH മൂർ എന്നറിയപ്പെടുന്ന വ്യക്തിയൊക്കെയാണ്. അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട. ഇത് മറക്കരുത്, സ്വദേശാഭിമാനി പത്രം. അടുത്തത്, ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ്, ഈ പറയുന്ന മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മാസികകളുണ്ട് അല്ലെങ്കിൽ പത്രങ്ങളുണ്ട്. അതിൻ്റെ ഒരു സ്ഥാപകനുണ്ട്, അത് സ്ഥാപിച്ച വർഷമുണ്ട്,
അതിനൊരു ആദ്യ എഡിറ്റർ ഉണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഏരിയ ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് അടുത്ത പാക്കേജ് ആയിട്ട് തരുക. ഒന്ന് വിവേകോദയം. വിവേകോദയം എന്നറിയപ്പെടുന്ന പത്രം അല്ലെങ്കിൽ മാസിക സ്ഥാപിക്കുന്നത് കുമാരനാശാന. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താ? യോഗനാഥം. വിവേകോദയത്തെയാണല്ലോ ഈഴവ, മറക്കല്ലേ, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വിവേകോദയം കുമാരനാശാൻ സ്ഥാപിക്കുന്നു. വിവേകോദയം ആരംഭിച്ച വർഷം 1904. വിവേകോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ എം ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. വിവേകോദയം സ്ഥാപിക്കുന്ന വർഷം പറ? 1904. സ്ഥാപകൻ കുമാരനാശാൻ, ആദ്യ എഡിറ്റർ എം ഗോവിന്ദൻ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത സ്വദേശാഭിമാനി. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഈ 2 കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് 1905 നിന്നാണ്. സ്ഥാപകൻ വക്കം മൗലവിയാണ്. ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം, ആദ്യ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ല, 1906 രാമകൃഷ്ണപിള്ള എഡിറ്റർ ആവുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ CP ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്നറിയപ്പെടുന്ന പത്രത്തിന്റെ പത്രാധിപത്യം ഏറ്റെടുക്കുകയാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത സന്ദേശം പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രം ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രം ഏതെന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് ഉത്തരം വിവേകോദയമല്ല, ഉത്തരം കേരള കൗമുദിയാണ്. കേരള കൗമുദി ആരംഭിക്കുന്നത് 1911. കേരള കൗമുദിയുടെ സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. അതിന്റെ ആദ്യ എഡിറ്റർ സുകുമാരനാണ്. അപ്പൊ കേരള കൗമുദി ആരംഭിച്ച വർഷം പറഞ്ഞേ 1911. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രമാണ് കേരള കൗമുദി. സ്ഥാപകൻ CV കുഞ്ഞിരാമൻ, ആദ്യ എഡിറ്ററിന്റെ പേര് സുകുമാരൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് സാധുജന പരിപാലിനി എന്നറിയപ്പെടുന്ന ഒരു മാസികയുണ്ട്. നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാ സാധുജന പരിപാലനി. ഇന്ത്യയിൽ ആദ്യ ദളിത് മാഗസിൻ എന്ന് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്നത് സാധുജന പരിപാലനിയാണ്. സ്ഥാപിച്ച വർഷം 1913. സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്റർ എന്നറിയപ്പെടുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ദയവ് ചെയ്ത് പണ്ഡിറ്റ് കറുപ്പൻ അല്ല, ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. അടുത്തത് ഇത്രയും കൂടെ ഡെപ്തിൽ ചോദ്യം ചോദിക്കുവാണെങ്കിൽ ദേശാഭിമാനി എന്നറിയപ്പെടുന്ന മാസികയെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദേശാഭിമാനി എന്ന മാസിക അല്ലെങ്കിൽ പത്രം ആരംഭിക്കുന്നത് 1915. അപ്പൊ മിക്ക ആളുകളും കരുതും ഇപ്പോഴത്തെ CPM എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണോ? അല്ലേ, അല്ല. ഇത് നവോത്ഥാന പത്രമാണ്. ദേശാഭിമാനി 1915 സ്ഥാപിക്കുന്നു. സ്ഥാപകൻ TK മാധവനാണ്. അതിന്റെ ആദ്യ എഡിറ്റർ TK നാരായണനാണ്. അപ്പൊ TK മാധവൻ ആദ്യ സ്ഥാപിക്കുന്നു ദേശാഭിമാനി എന്നറിയപ്പെടുന്ന മാസികയുടെ നവോത്ഥാന പത്രത്തിന്റെ ആദ്യ എഡിറ്റർ TK നാരായണനാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിൽ ഒരിക്കൽ പോലും നിങ്ങൾ വിചാരിക്കരുത് CPMന്റെ CPM എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാസികയാണോ? അല്ലേ, അല്ല. CPM എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഫോം ചെയ്യുന്നത് പോലും 1915. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ദേശാഭിമാനി എന്നറിയപ്പെടുന്ന നവോത്ഥാന മാസികയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു പാക്കേജിലേക്ക് പോവാം. മത്സര പരീക്ഷയിൽ നിർണായകമായ ഒരു മാർക്കാണ് ക്ഷേത്ര സമരങ്ങൾ ചോദിക്കും. ക്ഷേത്ര സമരങ്ങൾ, അതിന്റെ വർഷം, അതിന്റെ നേതാവ്, അതിന്റെ പ്രദേശം, അങ്ങനെ പ്രധാനപ്പെട്ട 6 ക്ഷേത്ര സമരങ്ങൾ നിങ്ങൾ പഠിക്കണം. തളിക്ഷേത്ര സമരം, വൈക്കം ക്ഷേത്ര സമരം, ശുചീന്ദ്രം സത്യാഗ്രഹം, ഗുരുവായൂർ ക്ഷേത്ര സമരം, കുട്ടൻകുളം സമരം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാലിയം സത്യാഗ്രഹം. ഈ പറയുന്ന 6 ക്ഷേത്ര സമരങ്ങളും പഠിച്ചാൽ അതിൽ നിന്നൊരു മാർക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ എത്ര മേഖല നമ്മൾ കവർ ചെയ്തു പോയി ഒറ്റ സ്ട്രെച്ചിൽ. ഒന്നാമത്തത് തളിക്ഷേത്ര സമരം. തളിക്ഷേത്ര സമരത്തിന്റെ വർഷം 1917. തളിക്ഷേത്ര സമരത്തിന്റെ നേതാവ് C കൃഷ്ണനാണ്. കുഴപ്പിച്ച് കളയരുത്, C കേശവനല്ല, C കൃഷ്ണനാണ് തളിക്ഷേത്ര സമരത്തിന്റെ നേതാവ്. തളിക്ഷേത്ര സമരം നടക്കുന്ന പ്രദേശം അത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ തളിക്ഷേത്രത്തിലാണ് ഈ പറയുന്ന ക്ഷേത്ര സമരം നടക്കുന്നത്. രേവതി ഭട്ടസ്ഥാനം എന്നറിയപ്പെടുന്ന പണ്ഡിത സദസ്സ് കേരളത്തിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917. നേതാവ് C കൃഷ്ണൻ. ഈ C കൃഷ്ണനുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കേട്ടോ. C കൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാ, കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് ഈ പറഞ്ഞ C കൃഷ്ണനാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആ. ജീവിത മത്സരം എന്നറിയപ്പെടുന്ന ആത്മകഥ എഴുതിയത് ഈ പറഞ്ഞ C കൃഷ്ണനാ. കേരള ബുദ്ധ സമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം C കൃഷ്ണനാ. കേരള ബുദ്ധ സമാജം ആരംഭിച്ചത് C കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ജീവിത മത്സരം എന്നാണ്. C കൃഷ്ണനാണ് കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത്. 2 ബാങ്കാണ് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടത്. ഒന്ന് ഊരാളുങ്കൽ ബാങ്ക്, മറ്റൊന്ന് കാലിക്കറ്റ് ബാങ്ക്. ഊരാളുങ്കൽ ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനും
കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് സി കൃഷ്ണനുമാണ്. രണ്ട് ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് വൈക്കം ക്ഷേത്ര സമരം. വൈക്കം ക്ഷേത്ര സമരം 1924 മുതൽ 25 വരെയാണ് നടക്കുന്നത്. നേതാവ് TK മാധവനാണ്. വൈക്കം ക്ഷേത്ര സമരത്തിന്റെ നേതാവ് ആരാണ്? TK മാധവൻ. പ്രധാനപ്പെട്ട നേതാവാണ്. ഒത്തിരി നേതാക്കന്മാരുണ്ട്, അതിൽ പ്രധാനി ഇദ്ദേഹമാണ്. TK മാധവനാണ്. വൈക്കം ക്ഷേത്ര സമരം നടന്ന പ്രദേശം കോട്ടയമാണല്ലോ. ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം വൈക്കം ക്ഷേത്ര സമരത്തിന്റെ പ്രാദേശിക നേതാക്കൾ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഈ 3 വ്യക്തികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. താഴെ പറയുന്നവയിൽ വൈക്കം ക്ഷേത്ര സമരത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാര് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് 3 ഈ പറയുന്ന വൈക്കം ക്ഷേത്ര സമരത്തിലെ പ്രാദേശിക നേതാക്കളാണ്. ഈ വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് തീണ്ടൽ പലക എന്നറിയപ്പെടുന്ന ആചാരം. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അയിത്തജാതിക്കാർ ഇതുവഴി പ്രവേശിക്കരുത് എന്ന് പറയുന്ന ബോർഡിനെ അറിയപ്പെടുന്ന പേരാണ് തീണ്ടൽ പലക. അപ്പോൾ വൈക്കം ക്ഷേത്ര സമരം നടക്കുന്ന വർഷം 24 മുതൽ 25 വരെ 603 ദിവസമാണ് വൈക്കം ക്ഷേത്ര സമരം നടക്കുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഈ വൈക്കം ക്ഷേത്ര സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നടത്തുന്നത്. അതും ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, നമ്മളെ കുഴപ്പിച്ച് കളയും. അടുത്തത് ഗുരുവായൂർ സമരം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് പറയുന്നതിന് മുമ്പ് ശുചീന്ദ്രം സത്യാഗ്രഹം വിട്ടുപോയി. ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് 1926 നേതാവിന്റെ പേര് ME നായിഡു ആണ്. നടന്ന പ്രദേശം നാഗർകോവിൽ. അപ്പൊ നമ്മളെ അവിടെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണെന്നറിയോ? ഈ പറഞ്ഞ ശുചീന്ദ്ര സത്യാഗ്രഹം കണക്ട് ചെയ്യുമ്പോൾ ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെടുന്ന ദുരാചാരമുണ്ട്. അത് വേറെ, ഇത് വേറെ. ശുചീന്ദ്രം സത്യാഗ്രഹം വേറെ, ശുചീന്ദ്രം കൈമുക്ക് വേറെ. അപ്പൊ ശുചീന്ദ്ര സത്യാഗ്രഹം നടക്കുന്നത് 1926. പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? ME നായിഡു. പ്രദേശമേതാ? നാഗർകോവിലാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം. കേരളാസ് ഫസ്റ്റ് ടെമ്പിൾ സ്ട്രൈക്ക് കണ്ടക്ടഡ് റഫറണ്ടം എന്നാ ചോദിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഗുരുവായൂര. നടന്ന വർഷം 1931. നേതാവ് K കേളപ്പനാണ്. നടന്ന പ്രദേശം തൃശ്ശൂരാണ്. മറക്കരുത്. അപ്പൊ ഗുരുവായൂർ സമരവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ സമരത്തിന്റെ നേതാവ് K കേളപ്പൻ, ഗുരുവായൂർ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലുമായി ബന്ധപ്പെട്ട് വോളണ്ടിയർ ജാഥാ ക്യാപ്റ്റൻ ഉണ്ട്. അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമ്പലമണി ആദ്യമായി മുഴക്കിയ അബ്രാഹ്മണൻ അത് P കൃഷ്ണപിള്ള. അങ്ങനെ കണക്ട് ചെയ്ത് ഒത്തിരി കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് ആ 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുള്ള പ്രിന്റ് നിങ്ങളൊന്ന് വായിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ ഗുരുവായൂർ സമരം ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത് കുട്ടൻകുളം സമരം. നമ്മൾ എപ്പോഴും ചിന്തിക്കും കൂടൻകുളം സമരമാണോ? അല്ല. അത് തമിഴ്നാട്ടിൽ ആണവ പ്ലാന്റുമായി ബന്ധപ്പെട്ട സമരമാണ് കൂടൻകുളം സമരം. ഇത് കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കുട്ടൻകുളം സമരം നടന്ന വർഷം പറഞ്ഞേ 1946. കുട്ടൻകുളം സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് PK ചാത്തൻ മാസ്റ്റർ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഞാൻ അങ്ങനല്ലോ വായിച്ചത്, ഞാൻ കാട്ടുപറമ്പൻ എന്നൊക്കെയാണല്ലോ വായിച്ചത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വാല്യൂ ചെയ്തേക്കുന്ന ആൻസർ PK ചാത്തൻ മാസ്റ്റർ ആണ്. അദ്ദേഹമാണ് 1970 KPMS എന്നറിയപ്പെടുന്ന കേരള പുലേർ മഹാസഭ സ്ഥാപിക്കുന്നത്. ഈ PK ചാത്തൻ മാസ്റ്റർ കേരളത്തിൽ 1ാം EMS മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി എന്നീ വകുപ്പുകൾ ഈ പറഞ്ഞ PK ചാത്തൻ മാസ്റ്റർ ആണ് കൈകാര്യം ചെയ്തത്. അപ്പൊ കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. PK ചാത്തൻ മാസ്റ്റർ ആണ് നേതാവ്. നടന്ന പ്രദേശം തൃശ്ശൂരാണ്. നടന്ന പ്രദേശം മറക്കല്ലേ, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് ഈ പറഞ്ഞ ക്ഷേത്ര സമരമായ കുട്ടൻകുളം സമരം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് പാലിയം സത്യാഗ്രഹം. നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുതയാണ്. പാലിയം സത്യാഗ്രഹം നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 പ്രബുദ്ധ കേരളവും ഊറ്റം കൊള്ളുന്ന, ഞാനും നിങ്ങളും ഒക്കെ ഊറ്റം കൊള്ളുക. പ്രബുദ്ധ കേരളം നമ്പർ 1 കേരളവും ഊറ്റം കൊള്ളുന്ന സമയത്ത് ഈ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ക്ഷേത്ര
പ്രവേശനത്തിന് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുക. അത് എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947-48കളിലാണ്. ഈ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് AG വേലായുധനാണ്. നമ്മളെ കുഴപ്പിച്ചു കളയും. പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി AG വേലായുധൻ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാ? കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. അപ്പൊ പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947 മുതൽ 48 വരെ. നേതാവിന്റെ പേര് സി കേശവൻ എന്നാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് AG വേലായുധൻ. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം എവിടെയാ? അത് എറണാകുളമാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പാലിയം സത്യാഗ്രഹമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിർണായകമായ മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഒരു മാർക്ക് നഷ്ടമാകും എന്ന കോൺഫിഡൻസോടുകൂടി പഠിക്കേണ്ട വസ്തുത മെമ്മോറിയലുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നാം ഈ പറയുന്ന മലയാളി മെമ്മോറിയല്, എതിർ മെമ്മോറിയല്, ഒന്നാം ഈഴവ മെമ്മോറിയല്, രണ്ടാം ഈഴവ മെമ്മോറിയൽ, അങ്ങനെ ഒത്തിരി മെമ്മോറിയലുകൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് പരീക്ഷകളിൽ കയറി തിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത ഓരോ മെമ്മോറിയലും അതിന്റെ വർഷവും അത് ആരാണ് സമർപ്പിച്ചത് അല്ലെങ്കിൽ അതിന്റെ നേതാവ് ആരാണ്, അത് ഏത് ഭരണാധികാരിക്കാണ് സമർപ്പിച്ചത് എന്നൊരു അതും അടുത്ത ഒരു പാക്കേജാണ്. പാക്കേജോട് കൂടി ഈ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം പഠിക്കേണ്ട കണ്ടന്റ് വളരെ തുച്ഛമായ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ച് മാറ്റുക. ഒന്ന് മലയാളി മെമ്മോറിയൽ. അതിനകത്ത് തന്നെ ചോദ്യമുണ്ട്. എന്താ? തിരുവിതാംകൂറിലെ മലയാളികൾക്ക് സർക്കാർ ജോലി കിട്ടണം. അപ്പൊ അന്നേ കാലം വരെ തിരുവിതാംകൂറിൽ തമിഴ് ബ്രാഹ്മണർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നത്. അതിനെതിരെ ഈ പറയുന്ന തിരുവിതാംകൂറിലുള്ള മലയാളികൾ പ്രതികരിക്കും. അങ്ങനെയാണ് മലയാളി മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. അപ്പൊ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തിരുവിതാംകൂറിലുള്ള മലയാളികൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ സർക്കാർ സർവീസിൽ. ആ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് മലയാളി മെമ്മോറിയൽ 1891 ബാരിസ്റ്റർ GP പിള്ള എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദ പരമേശ്വര പിള്ള എന്നറിയപ്പെടുന്ന GP പിള്ള മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുക്കുന്നത്. ഈ മലയാളി മെമ്മോറിയൽ കൊടുക്കുന്നത് ശ്രീമൂലം തിരുനാളിന്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാള അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ 1028 ഒപ്പ്, മറക്കല്ലേ, 1028 ഒപ്പുകളാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുകളായി രേഖപ്പെടുത്തിയത്. അതിൽ ഒന്നാമത്തെ ഒപ്പിട്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ഒപ്പ്, മൂന്നാമത്തെ ഒപ്പ്, നാലാമത്തെ ഒപ്പ്. ഒന്നാമത്തെ ഒപ്പ് KP ശങ്കരമേനോൻ, KP കേശവമേനോൻ അല്ല, KP ശങ്കരമേനോൻ. രണ്ടാമത്തെ ഒപ്പ് GP പിള്ള, മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപ്പു, നാലാമത്തെ ഒപ്പ് CV രാമൻപിള്ള. ഈ 4 വ്യക്തികളാണ് മലയാളി മെമ്മോറിയൽ ആദ്യത്തെ ഒപ്പുകൾ ഇടുന്നത്. ഒന്നാമത്തെ ഒപ്പ് KP ശങ്കരമേനോൻ, രണ്ടാമത്തെ ഒപ്പ് GP പിള്ള, മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപ്പു, നാലാമത്തെ ഒപ്പ് CV രാമൻപിള്ള. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ ഉത്തരം CV രാമൻപിള്ളയാണ്. ഈ CV രാമൻപിള്ള വിദേശീയ മേധാവിത്വം എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയല്ലേ? മലയാളത്തിൽ ആദ്യമായിട്ട് ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തി ആയതുകൊണ്ടില്ലയോ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്? ലോകത്തിൽ ആദ്യമായി ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരെന്തുവാ? വാൾട്ടർ സ്കോട്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ ആദ്യമായി മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നറിയപ്പെടുന്ന 3 ചരിത്ര കൃതികള് എഴുതിയത് ഈ പറഞ്ഞ CV രാമൻപിള്ള ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. അതും മറക്കരുത്. ഇനി ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചു. അതിനെതിരെ കൊണ്ടുവരുന്ന മെമ്മോറിയല എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻ മെമ്മോറിയൽ. വർഷം സെയിം 1891 എതിർ മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. അപ്പൊ എതിർ മെമ്മോറിയൽ 2 നേതാക്കന്മാരുണ്ട്, E രാമയ്യറും രാമാനന്ദൻ റാവു. അപ്പൊ രാമനാഥൻ റാവു എന്നൊക്കെയാണ് ചില മെറ്റീരിയൽസിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിൽ കൊടുത്തേക്കുന്നത് 1891 എതിർ മെമ്മോറിയൽ കൊണ്ടുവരുന്നു. ആരൊക്കെ? രാമയ്യറും രാമാനന്ദൻ റാവു. അപ്പൊ രാമയ്യറിനെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ അത് ആർക്ക് സമർപ്പിക്കുന്നു? ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു. അതായത് എതിർ മെമ്മോറിയൽ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? ശ്രീമൂലം തിരുനാൾ. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ. ഈഴവ വിഭാഗക്കാർക്ക് സർക്കാർ സർവീസിൽ പ്രാധാന്യം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരും.
കൊണ്ടുവരുന്നത് ഡോക്ടർ പൽപ്പു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ 1896 കൊണ്ടുവരുന്നത്. അത് സമർപ്പിച്ചത് ആർക്കാ? ശ്രീമൂലം തിരുനാളിനാണ്. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിജക്ട് ചെയ്യും, തിരസ്കരിക്കും. അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരും. രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരുന്നത് ആര് തന്നെ? ഡോക്ടർ പൽപ്പു. ആ സമയത്ത് തിരുവിതാംകൂർ സന്ദർശിക്കുമാര് ബ്രിട്ടീഷ് വൈസ്രോയിയായ കഴ്സൺ പ്രഭു. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കും. കഴ്സൺ പ്രഭു അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം തിരുവിതാംകൂറിലെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അത് മലബാർ. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്നു, ഈ പറയുന്ന തിരുവിതാംകൂറിൽ ഇല്ല. തിരുവിതാംകൂർ ഒരു സൈനിക സഖ്യരാജ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. അത് ആർക്കാ സമർപ്പിക്കുന്നത്? കഴ്സൺ പ്രഭു. അപ്പൊ അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി കണക്ട് ചെയ്ത ഒരു ചോദ്യമുണ്ട്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, റൊണാൾഡ് ഷേ ആണ് ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പാക്കേജ്, മത്സര പരീക്ഷയിൽ നിർണായകമായ മറ്റൊരു മേഖലയാണ് ചരിത്ര സംഭവങ്ങൾ. ചരിത്ര സംഭവങ്ങൾ പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിക്കും, അത് പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിക്കും, വർഷം, ചരിത്ര സംഭവങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് കുണ്ടറ വിളംബരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊല്ലം ജില്ലയിലെ കുണ്ടറ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ എല്ലാ മാധ്യമങ്ങളെ നിങ്ങൾ എടുത്തു, അത് വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ, മറ്റ് ജില്ലയിലൊക്കെ ആളുകൾ പ്രശ്നം നടത്തുന്നുണ്ട്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ കൊല്ലത്ത് വരുമ്പോൾ കൊല്ലം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു കുറച്ച് വിഭാഗമുണ്ട്. അപ്പൊ കുണ്ടറ വിളംബരം നടക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലാണ് കുണ്ടറ വിളംബരം നടക്കുന്നത്. കുണ്ടറ വിളംബരം നടക്കുന്ന വർഷം 1809 പ്രഖ്യാപിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. 5 പോയിന്റുകൾ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കണം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി, ഈ കൊല്ലത്ത് ഹജൂർ കച്ചേരിയാ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആ. അപ്പൊ ആദ്യകാലത്ത് കൊല്ലത്തായിരുന്നു ഈ പറയുന്ന ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ്, അത് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റുക. ഇപ്പോഴും കൊല്ലത്തായിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടുന്ന ആളുകൾ, സെക്രട്ടേറിയറ്റ് LGS ആയിട്ട് ജോലി കിട്ടുന്ന ആളുകൾ എവിടെ വരണമായിരുന്നു? കൊല്ലം ജില്ലയിൽ വരണമായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത, ഈ പറയുന്ന വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത്. അടുത്തത് ചങ്ങനാശ്ശേരി, തലയോലപ്പറം, പാലങ്ങാട്. ചങ്ങനാശ്ശേരി, തലയോലപ്പറം, പാലങ്ങാട് എന്നറിയപ്പെടുന്ന 3 സ്ഥലങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, പാതിരാമണൽ ദ്വീപിനെ, വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ആര് തന്നെ? ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയാ. അപ്പൊ കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ പ്രഖ്യാപിക്കുന്നു. അടുത്തത് ചാന്നാർ വിളംബരം. ചാന്നാർ വിളംബരം 1859 ജൂലൈ 26 പ്രഖ്യാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ. വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുമല്ല, ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്. ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മഹാരാജാവ് എന്ത് ചെയ്യുന്നു? ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കുന്നു. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, നിങ്ങൾ 3 വർഷങ്ങൾ ഒന്ന് പഠിക്കണം. ഒന്ന് 1812, 1812 13, 1822, 1859. ഈ 4 വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ക്രിസ്തു മതത്തിലുള്ള വിഭാഗക്കാരുണ്ട്, ചാന്നാർ സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, അതായത് ഹൈന്ദവ വിഭാഗക്കാരുണ്ട്, ഹിന്ദു വിഭാഗക്കാരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത്, ഞാനൊരു ചാന്നാർ സ്ത്രീയാണ്. ഇപ്പൊ രഞ്ജിത് എന്ന് പറയുന്നത് ഞാൻ ഒരു ചാന്നാർ സ്ത്രീ ആണെങ്കിൽ 1812 മുമ്പ് ചാന്നാർ സ്ത്രീ ആയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല. അതിനെതിരെ ഞങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കണം എന്ന ആറ്റിറ്റ്യൂഡ് കൂടി, എന്ന അവകാശ ബോധത്തോടു കൂടി ഒരു കൂട്ടം ചാന്നാർ സ്ത്രീകൾ 1812 സമരം തുടങ്ങും. ഈ പറയുന്ന തെക്കൻ തിരുവിതാംകൂർ. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക കലാപം. 1812 തുടങ്ങി. വീണ്ടും ആവർത്തിക്കുന്നു, മത്സര പരീക്ഷ കണ്ടന്റിലേക്ക് വരാം.
1812 ഇങ്ങനെ ഒരു സമരം തുടങ്ങുമ്പോൾ 1812-13 കേണൽ മൺറോ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ഒരു നിയമം കൊണ്ടുവരും. അദ്ദേഹം കൊണ്ടുവന്ന നിയമം എങ്ങനെയാണ്? ഇപ്പൊ ചാന്നാസ്ത്രീയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ ഞങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവരും. അപ്പൊ ഈ നിയമം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഞാൻ ചാന്നാസ്ത്രീയാ, ഞാൻ എങ്ങോട്ട് കൺവേർട്ട് ആവണം? ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവണം, എങ്കിൽ മാത്രമേ എനിക്ക് മേൽമുണ്ട് ധരിക്കാൻ പറ്റൂ. ഓക്കെ ആണല്ലോ. ഇതിനെതിരെ പ്രതിഷേധം തുടങ്ങും. അങ്ങനെ വന്ന് 1822 ഒന്നാം ചാന്നാർ സമരം നടക്കും. ഈ ഒന്നാം ചാന്നാർ സമരത്തിന്റെ ആത്മീയ നേതാവ്, സ്പിരിച്വൽ ലീഡർ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവെന്ന് വൈകുണ്ഠസ്വാമികളെ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് 1836 ഒരു സംഘടന ഫോം ചെയ്തു. ആ സംഘടനയുടെ പേരാണ് സമത്വ സമാജം. അതേ 1836 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ 1836 പറഞ്ഞ കാര്യം 100 വർഷം കഴിഞ്ഞിട്ടാണ് തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്ന 1936 നവംബർ 12. അതാണ് നമ്മുടെ ലോജിക്ക്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റം ഈ പറഞ്ഞ സമത്വ സമാജമാണ്. അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുതയായി. ഇനി 1822 ഒന്നാം ചാന്നാർ സമരം. പിന്നീട് സമരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ആ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ചത് ഉത്രം തിരുനാളാണ്. ആരുടെ നിർദ്ദേശപ്രകാരം? ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഈ പറയുന്ന പണ്ടാരപ്പാട്ട വിളംബരമുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തുവാ ഈ പണ്ടാരപ്പാട്ട അല്ലെങ്കിൽ പണ്ടാരവക എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമില്ല, സർക്കാരിന്റെ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് പണ്ടാരം, പണ്ടാരവക അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം അല്ലെങ്കിൽ പാട്ടം വിളംബരം എന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെ. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ ലോജിക്ക് ഇതാണ്. ഈ പറയുന്ന സർക്കാരിന്റെ ഭൂമി, ആ സമയത്ത് സർക്കാരുണ്ടോ? ഇല്ല, രാജാവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭൂമി അല്ലെങ്കിൽ രാജാവിന്റെ ഭൂമി, അതും അല്ലെങ്കിൽ രാജ്ഞിയുടെ ഭൂമി, അതും അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി. ഈ നാലും എന്ത് തന്നെയാ? ഈ പറഞ്ഞ പണ്ടാരം അല്ലെങ്കിൽ പാട്ടം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ പറയുന്ന പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ ഭൂമി കർഷകന് കൊടുക്കുക. 1865 പണ്ടാരപ്പാട്ട പ്രഖ്യാപനം നടക്കുന്നത് അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ചത് ആയില്യം തിരുനാളാണ്. അതുകൊണ്ടാണ് പണ്ടാരായില്യം എന്ന് നമ്മൾ പറയുന്നത്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പൊ എന്റെ നാൾ ആയില്യം നാളാണെന്ന് ഇരിക്കട്ടെ. കൊല്ലം ജില്ലയിൽ ഒരു വെപ്പുണ്ട്. എന്റെ ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയിലെ ഒരു ലേബല് ആയില്യം നാള് ജനിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ വീടിന്റെ വടിക്കലേക്കോ തെക്കേലേക്കോ പടിഞ്ഞാറ്റയിലേക്കോ കിഴക്കേലോട്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം കുളം കോരും അല്ലെങ്കിൽ അവരെല്ലാം ഇല്ലാണ്ടായി പോവും, നശിച്ചു പോകും എന്നൊക്കെ ഒരു തെറ്റായ അന്ധവിശ്വാസം ഈ കൊല്ലം ജില്ലയിലുണ്ട്. മറ്റു ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ജില്ലയിലുണ്ട്. ഇതൊരു മാർക്കായിട്ട് നമുക്ക് കിട്ടണം. പണ്ടാര ആയില്യം, തിരിയല്ലേ? പണ്ടാര ആയില്യം. പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച വർഷം 1865. ഇങ്ങനെയൊക്കെ ഓർത്തു പോകും. ഉള്ള ടെൻഷൻ മൂലം, കൺഫ്യൂഷൻ മൂലം പണ്ടാര ചിത്തിര, പണ്ടാര ഉത്രം എന്നൊന്നും വരരുത്. പണ്ടാര ആയില്യം, പണ്ടാരപ്പാട്ട വിളംബരം, ആയില്യം തിരുനാള. അപ്പൊ ഇത്രയും ഈ ഭൂമി കർഷകന് കൊടുക്കുമല്ലയോ. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഈ പറഞ്ഞ പണ്ടാരപ്പാട്ട വിളംബരമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് വസ്തുത, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. 1836 വൈകുണ്ഠസ്വാമി ഡിമാൻഡ് ചെയ്തു. പക്ഷെ 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നത്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം നടക്കുന്നത് 1936 നവംബർ 12. ആരാ പ്രഖ്യാപിച്ചത്? ശ്രീ ചിത്തിര തിരുനാളാണ് പ്രഖ്യാപിക്കുന്നത്. 1936 നവംബർ 12. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനത്തെ അറിയപ്പെടുന്ന പേര് തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. ഇതൊരു പാക്കേജാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പാക്കേജ് കണ്ടന്റ് മാത്രം വായിച്ചാൽ പോരാ. ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന, ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുള്ള PDF നോട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ടും വായിക്കണം. അത് വേണമെങ്കിൽ പ്രിന്റ് എടുത്തോ, അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ പഠിച്ചോ. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കണ്ടന്റ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്തത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ചരിത്ര സംഭവത്തിൽ നിർണായകമായ മറ്റൊരു കണ്ടന്റാ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിക്കുന്നത് 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിച്ച ഭരണാധികാരി
VR കൃഷ്ണൻ എഴുത്തച്ഛൻ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 1941 ജനുവരി 26 പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാ? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അത്രയും പാക്കേജുകൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ആദ്യ സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു? ആ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടതാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് നൊടുത്തൽ എന്നറിയപ്പെടുന്ന ഉത്തരമാണ് വേണ്ടത്. അപ്പൊ കോർവിക്ക് പ്രത്യേകതയുണ്ട്, വെള്ളൻ വകയ്ക്ക് പ്രത്യേകതയുണ്ട്, ചേരിക്കലിന് പ്രത്യേകതയുണ്ട്. ഇതിനുത്തരം എന്താണ്? നൊടുത്തൽ എന്നാണ്. പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായത്തിന്റെ പേരാണെന്ത്? നൊടുത്തൽ എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തേപ്പോൾ എന്താണ് കോർവിക്ക് പ്രത്യേകത? എന്തുവാ കോർവി എന്ന് പറഞ്ഞാൽ? അവിടെ 4 വാക്ക് നിങ്ങൾ പഠിക്കണം. കോർവി, വിഷ്ടി, ഊഴിയം വേല. ഇമ്പോർട്ടന്റ് ആണ്. കോർവി, വിഷ്ടി, ഊഴിയം വേല മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് കോർവി, 2 വിഷ്ടി, 3 ഊഴിയം വേല, ഊഴിയം വേല, മൂന്നാമത്തത് വല്ലിപ്പണി, വല്ലിപ്പണി. ഒന്നാമത്തത് കോർവി എന്താണെന്ന് പറയാം, വേറെ ഒന്നുമില്ല. കോർവി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഈ ക്ലാസ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി അധ്യാപക സുഹൃത്തുക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. കൂലിയൊന്നും തരുന്നില്ല. അപ്പൊ പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് കോർവി. യൂറോപ്പിൽ കോർവി. ഇന്ത്യയിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് വിഷ്ടി. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. തിരുവിതാംകൂറിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് ഊഴിയം വേല എന്നാണ്. ഈ ഊഴിയം വേലയ്ക്കെതിരെയാണ് ആര് റിയാക്ട് ചെയ്തത്? വൈകുണ്ഠസ്വാമി റിയാക്ട് ചെയ്തത്. എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? വേല ചെയ്താൽ കൂലി കിട്ടണം, എനിക്ക് വേല ചെയ്താൽ കൂലി കിട്ടണം. പറഞ്ഞു മനസ്സിലായോ? അടുത്താണ് വല്ലിപ്പണി. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായിട്ട് നടന്ന പ്രധാനപ്പെട്ട അടിമപ്പണി അറിയപ്പെടുന്ന പേരാണ് വല്ലിപ്പണി. ഈ വല്ലിപ്പണിക്കെതിരെയാണ് 1961 AK ഗോപാലൻ അമരാവതി സത്യാഗ്രഹം നടത്തിയത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ കണ്ടന്റുകളെല്ലാം, ഈ പറയുന്ന അഡീഷണൽ കണ്ടന്റുകളെല്ലാം ഇന്ന് തരുന്ന പ്രിന്റിനകത്തുണ്ട്. അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നു. ആ ചോദ്യത്തിന്റെ റിലേറ്റഡ് ഫാക്ടിലേക്ക് വരണമല്ലോ. ഒന്നാമത്തെ വസ്തുത പറയുക. ചോള ഭരണകാലത്ത് വെള്ളാൻ വകൈ എന്നറിയപ്പെട്ടിരുന്നത് കർഷകരുടെ ഭൂമിയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ചോളന്മാരുടെ ഭരണകാലത്ത് വെള്ളാൻ വകൈ എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഭൂമിയാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ ഭൂമിയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭൂമികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാ. 1 ദേവസ്വം ഭൂമിയാണല്ലോ, ബ്രഹ്മസ്വം ഭൂമിയാണല്ലോ, വിരുത്തി ഭൂമിയാണല്ലോ, ചേരിക്കൽ ഭൂമിയാണല്ലോ. ഈ 4 ഭൂമികൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ക്ഷേത്രഭൂമികളെ അറിയപ്പെടുന്ന പേര്, പ്രാചീന കേരളത്തിലെ, പ്രാചീന തിരുവിതാംകൂറിലെ ക്ഷേത്രഭൂമികളെ അറിയപ്പെടുന്ന പേര് നിങ്ങളെ കുഴഞ്ഞു പോത്തേയില്ല. ക്ഷേത്രഭൂമി, ദേവന്റെ ഭൂമി, ദേവസ്വം. ബ്രാഹ്മണ ഭൂമി, ഇപ്പൊ ഞാൻ ബ്രാഹ്മണനാ, ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണരാണെന്നിരിക്കട്ടെ. ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മസ്വം. അപ്പൊ ക്ഷേത്രഭൂമി ദേവസ്വം, ബ്രാഹ്മണ ഭൂമി ബ്രഹ്മസ്വം. ഇനി ഈ ക്ലാസ് കാണുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും എന്താണ്? കഴക വിഭാഗമാണ് എന്ന് വെച്ചാൽ ആരാധനാലയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാ എങ്കിൽ നമുക്ക് എന്ത് തരും? ക്ഷേത്രഭൂമി. ക്ഷേത്രഭൂമിയിലെ കുറച്ച് ഭൂമി നമുക്ക് പതിച്ചു തരും. അതിനെ അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1931 ഗുരുവായൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമി അറിയപ്പെടുന്ന പേര് വിരുത്തി എന്ന. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിരുത്തി എന്തിനു വേണ്ടിയാ ഈ പറഞ്ഞ വിരുത്തി ഭൂമി എന്തിനാ കൊടുക്കുന്നത്? ഇപ്പൊ നോക്കൂ, ഞാനൊരു ആരാധനാലയ കേന്ദ്രത്തിലെ, ഒരു മുസ്ലിം പള്ളിയിലെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ, ഒരു അമ്പലത്തിലെ ജീവനക്കാരാണെന്നിരിക്കട്ടെ, എങ്കിൽ ഞാൻ എപ്പോഴും അവിടെ കാണണം. ഇപ്പം മുസ്ലിം പള്ളി എടുക്കുവാണെങ്കിൽ അവിടെ വാങ്ക് വിളിക്കാൻ വേണ്ടി, ക്രിസ്ത്യൻ പള്ളി എടുക്കുവാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, ഈ പറയുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾ എടുക്കുവാണെങ്കിൽ അവിടുത്തെ ദീപാരാധന, വൈകിട്ട് രാത്രിയിലൊക്കെ അവിടെ നിൽക്കാൻ വേണ്ടി എനിക്ക് അവിടെ നിൽക്കണം. ആ അമ്പലവും അല്ലെങ്കിൽ ആരാധനാലയ കേന്ദ്രവും എന്റെ വീടും തമ്മിൽ ഒരു 10, 15, 20 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് വന്നു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി എനിക്ക് എന്ത് വരുന്നു? വിരുത്തി എന്നറിയപ്പെടുന്ന ഭൂമി. ആ ഭൂമിയിൽ ഞാൻ താമസിച്ചോ? നോ പ്രോബ്ലം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പ്രാചീന അങ്ങനെയൊക്കെയാണ് ലോജിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ക്ഷേത്രഭൂമി ദേവസ്വം, ബ്രാഹ്മണഭൂമി ബ്രഹ്മസ്വം, കഴകഭൂമി അറിയപ്പെടുന്ന പേര് വിരുത്തി എന്നാണ്. ഇനി രാജാവിന്റെ ഭൂമി ഉണ്ടല്ലോ, രാജാവിന്റെ മകനല്ല, രാജാവിന്റെ ഭൂമി തന്നെയാണ് നാടുവാഴിയുടെ ഭൂമി. ആ നാടുവാഴിയുടെ ഭൂമി തന്നെയാണ് രാജ്ഞിയുടെ ഭൂമി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തന്നെയാണ് പിന്നീട് ഈ പറഞ്ഞ രാജാവ് മാറി, രാജ്ഞി മാറി, നാടുവാഴി മാറി, ഗവൺമെന്റ് വരും, ജനാധിപത്യ ഗവൺമെന്റ് വരും. അപ്പൊ ഗവൺമെന്റ് വരുമ്പോൾ ഗവൺമെന്റിന്റെ ഭൂമി, അതിനെ അറിയപ്പെടുന്നവരാണ് ചേരിക്കൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചോള ഭരണകാലത്ത് വെള്ളാൻ വകൈ എന്നറിയപ്പെട്ടത് എന്തിനെയാണ്? കർഷകരുടെ ഭൂമിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, കേരള ചരിത്രത്തിൽ കണ്ടെഴുത്തും കേട്ടെഴുത്തും എന്ന് പറയുന്നത് ഒരു തരം സർവേ ആണ്, അത് മറക്കരുത്. ദെൻ മധ്യകാല കേരളത്തിൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുണ്ടായ ഭൂമി അറിയപ്പെടുന്ന പേര് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. രാജാവിന്റെ നാടുവാഴിയുടെ രാജ്ഞിയുടെ ഭൂമി അറിയപ്പെടുന്ന പേര് ചേരിക്കൽ എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യം, പ്രാചീന തമിഴകത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേര് നൊടുത്തൽ എന്നാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുള്ള PDF നോട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. നമ്മളത് ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിർണായകമായ ഒരു മാർക്കായിട്ട് ഈ ഒരു ക്ലാസ് കണ്ടന്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.